ഹലോ ഗേസ്, ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അന്നേരം ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ പോകുന്നൊരു ഫാമിലി പ്രോഗ്രാമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കുഞ്ഞു വാവകളുടെ 28 കെട്ടാണ്. ചിലയിടത്ത് നൂലുകെട്ട് അല്ലെങ്കിൽ പേരിടിയിൽ ചടങ്ങെന്നൊക്കെ പറയും. അന്നേരം അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. ഫംഗ്ഷൻ നടക്കുന്നത് കോന്നി വെച്ചാണ്. അന്നേരം തന്നെ ഞങ്ങൾ കോന്നി എത്തി. ഞങ്ങൾ വീടെത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഞങ്ങൾ തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നോക്കാൻ തുടങ്ങിയില്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. അന്നേരം തന്നെ ഇതാണ് നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന വീട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അന്നേരം തന്നെ നമുക്ക് അകത്തോട്ട് കയറി ഇനി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൊരവയൊക്കെ ഇടാനുള്ളവരുണ്ട്. കൊരവ ൂരി പോവല്ല, കുടിക്കാനുള്ള കിട്ടിയ മടിയിലോട്ടൊക്കെ മാറ്റി മാറ്റി അതിനെ പേരിടി ഒറ്റ ഒരു ചെവി പിടിച്ചോണ്ട മറ്റേ ചെവിയിലോട്ട് പേര് പറഞ്ഞു കാര്യം കേൾക്കണ്ട. ഒരു ചെവി ഒറ്റ പിടിക്കണം. ചെവിയില് ആ നീ ഇങ്ങനെ ചെവിന്ന് പേരങ്ങോട്ട് പേര് പറ. ആ പറ്റാൻ മാറ്റി വെച്ചോ. ആ അടുത്താളെ അങ്ങോട്ട് കൊടുത്താട്ടെ. മറ്റേ ആളെ അങ്ങോട്ട് കൊടുത്താട്ടെ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് കുത്തി നിർത്തിയാട്ടെ. കുത്ത് അത്രയും വരവ് എഴുന്നില്ലേ? വരവ് ആരുമില്ലയോ? മടക്കി വെച്ചാൽ മതി. അങ്ങനെ മടക്കി അങ്ങനെ കിട്ടും. അത് തന്നെ അത് തന്നെ മാറ്റിക്കും. അയച്ചോ. ഒന്നേ പിടി കഴിച്ചില്ലയോ? കരിവിളൊക്കെ ഇട്ടോ? കരിവിളൊക്കെ ഇട്ടോ? വളയിട്ടിട്ട് വളയുണ്ടായി. കരിവള കരിവള പിന്നൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാം. വളയുടെ ഇടിപ്പിച്ച് 2 കയ്യേലും ഇടണം. ഇട അതൊക്കെ ഇടുന്നത് കുഴപ്പമില്ല, ഊരി പോകുന്നത് നോക്കിക്കോണം. അടുപ്പിച്ചേരാ. തേങ്ങ ഇല്ലെന്ന് താഴെ കുഴപ്പമില്ല. തേങ്ങ വീട് മാറ്റിക്കോ. ഇനി പിന്നീട് അതൊക്കെ മാറ്റിക്കോ. അതൊക്കെ പിന്നീടാ.
ചെറുതാക്കി ഒതുക്കി കിട്ടാതെ. അന്നേരം തന്നെ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഒക്കെ കഴിയാറായില്ല ഇനിയുണ്ട്. അന്നേരം തന്നെ നൂലിട്ട് കഴിഞ്ഞു, അതുപോലെ തന്നെ പെരിടിയിലും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആൾക്കാർ കൊടുക്കുന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അന്നേരം തന്നെ കുഞ്ഞിനുള്ള ഗിഫ്റ്റ് കൊടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി വേറെ ഒന്നുമല്ല, ഫുഡ് അടി തന്നെയാണ്. അപ്പോൾ ഏകദേശമൊക്കെ 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. എന്തായാലും ഞാനിപ്പോൾ ഇരിക്കുന്നില്ല, ഞാൻ അവസാനത്തെ പന്തിക്ക് ഇരിക്കുന്നുള്ളൂ. അന്നേരം ഏകദേശം ഇവിടെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അന്നേരം തന്നെ പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ എല്ലാ ഐറ്റംസും ഉണ്ട്. അച്ചാർ വകയാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ പ്രഥമനം കൂട്ടി നല്ലൊരു ഫുഡ് അടി. അന്നേരം തന്നെ ഏകദേശം 1-2 പന്തി ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ തന്നെ അവസാനം കുറച്ച് പേരുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ നിണ്ട അവസാനത്തെ പന്തിക്കാരായിട്ട് ഞങ്ങൾ നിണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. പൊതുവേ ഇന്നത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ, മഴയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ നമ്മൾ ഫുഡ് അടിക്കത്തില്ലേ, ആ ഒരു ഫീലിങ്സ് കിട്ടി കേട്ടോ. പപ്പടം എല്ലാം കൂട്ടി നല്ലപോലെ ഒന്ന് പൊടിച്ചൊക്കെ അടിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രുചിയല്ലേ. അങ്ങനെ എന്നാലും ഞാനും പപ്പടമൊക്കെ കൂട്ടി നല്ല രീതിക്ക് നല്ലൊരു തട്ടങ്ങ് തട്ടി കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം എൻ്റെ കൂടെ പിള്ളേരുണ്ട്, സെൽഫി എടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ തന്നെ ഞാനും കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിരുന്നു. അന്നേരത്തേനുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു കുഞ്ഞാവ് തന്നെ കിടന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. അന്നേരം തന്നെ എൻ്റെ വൈഫാണെങ്കിൽ അവനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. പക്ഷേങ്കിൽ അവൻ്റെ കരച്ചിലൊന്നും മാറിയില്ല. എൻ്റെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.